ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ലവർ. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നവര്, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാം. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പുതിയ മാനേജറും ഇവരുടെ അടുത്ത് വന്നിട്ട് ഇൻട്രോ ആകുന്നുണ്ട്. എന്റെ പേര് കഗാമി എന്നാണെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ വലിയ മാനേജർ ഇന്നു മുതൽ ഷിരോയെ മാനേജ് ചെയ്യാൻ പോകുന്ന പുതിയ മാനേജർ ഇവരാണെന്ന് പറയും. ഇത് കേട്ടതും ഷിരോ, ആക്ച്വലി ഇത്രയും നാള് സാജിമയല്ലേ എനിക്ക് മാനേജർ ആയിരുന്നത്. ഇപ്പോഴാണ് അവള് പ്രോപ്പറായി ഒന്ന് പഠിച്ചു വന്ന് ശരിയായി വന്നത്. അതുകൊണ്ട് ഇവള് തന്നെ എന്റെ മാനേജറായിട്ട് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അതെല്ലാം ശരി തന്നെയാണ് മോനെ, പക്ഷെ ഇതിപ്പോ നിനക്ക് വളരെ മുഖ്യമായ ടൈമാണ്. നിനക്ക് നല്ലപോലെ മാർക്കറ്റിംഗ് കൊടുക്കാൻ കഴിയുന്ന അങ്ങനെ കഴിവുള്ള ഒരു മാനേജറാണ് നിനക്ക് വേണ്ടത്. അത് നിനക്ക് ഇവരെ ഏർപ്പെടുത്തി തരുമെന്ന് പറഞ്ഞതും ഉടനെ ഹെറ ആന്റി പറയും, ഇന്ന് മുതൽ സാജിമ എന്റെ കീഴിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതും ആ ഫസ്റ്റ് അഭിനയിച്ച ഒരു മൂവിയിലെ ആക്ട്രസ് ഇല്ലേ, ആ ആക്ട്രസിന്റെ അസിസ്റ്റന്റ് ആയിട്ടും ഇവളെ നിയമിച്ചു കഴിഞ്ഞു. ഇത് കേട്ടതും എന്ത് ഞാനോ എന്ന് ചോദിക്കുമ്പോ, അതെ അതെ, നിനക്കും എല്ലാം പഠിച്ചെടുക്കണ്ടേ, നീ കുറച്ച് നാളത്തേക്ക് അവളുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതും വേറെ വഴിയില്ലാതെ അവൾക്കും ഓക്കെ പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോ അടുത്ത നാള് മുതല് നമ്മുടെ ഹീറോയിനും ആ ആക്ട്രസിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അവളും കൂടെയെല്ലാം പിടിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോ ഇതുപോലും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് അവൾ ഒരു സീൻ ചെയ്ത് തീർത്ത് കഴിഞ്ഞ് ഒരു സീനിന്റെ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് എന്റെ കയ്യിലേക്ക് തരണം, ഇതുപോലും നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒച്ചെടുക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ നമ്മുടെ ഹീറോയിൻ ചെയ്യുന്ന ഒരു വർക്ക് പോലും അവൾക്ക് തീരെ ഇഷ്ടാകുന്നില്ല. ഇവിടെ നമ്മുടെ ഹീറോയും ഒരു ആഡില് സൂപ്പർ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുവാണ്. വലിയ വലിയ പ്രൊഡ്യൂസർമാരൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നുണ്ട്. നിറയെ നല്ല നല്ല ഓഫേഴ്സ് ഒക്കെ അവന് വരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും അവന് ഹീറോയിനെ ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനെയാണ് ഇപ്പൊ കാണിക്കുന്നത്. അവള് ലേറ്റ് നൈറ്റ് ആയും ഓഫീസിലിരുന്ന് ആക്ട്രസിന് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് അവളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി അവള് കുത്തിയിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതേസമയം അവിടേക്ക് നമ്മുടെ ഹീറോയുടെ പുതിയ മാനേജർ കഗാമി കയറി വരുന്നുണ്ട്. അവളെ ഇവിടെ എത്ര ലേറ്റ് ആയിട്ട് കണ്ട കഗാമിയും, എന്താ നിങ്ങൾ ഇത്ര നേരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണോ? ശരി, എന്റെ കയ്യിൽ ഒരു എക്സ്ട്രാ കോഫി ഉണ്ട്, നിങ്ങൾ അതെടുത്തോ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ആ കോഫി എടുത്തു കൊടുത്തിട്ട് അവര് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പോ നമ്മുടെ ഹീറോയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഹീറോയിന്റെ അടുത്ത് നിന്ന് അറിയാൻ വേണ്ടിയിട്ട് കഗാമിക്ക് ആഗ്രഹം ഉണ്ടാവും. സോ അവരുടെ ഹോബീസ് എല്ലാം എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ലീവ് ഉണ്ടെങ്കിൽ അവർ ഈവനിങ് വരെ കടന്നുറങ്ങും. പിന്നെ ഏതൊരു സ്പോർട്സിലും അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. കൂടെ കൂടെ TV ഒക്കെ കാണാറുണ്ട്. പക്ഷെ എല്ലാത്തിനേക്കാളും അവർക്ക് വർക്കാണ് മുഖ്യം, ഹോബീസ് എല്ലാം രണ്ടാമതെയാണെന്ന് പറയും. ഇത് കേട്ട് കഗാമിയും, സാരമില്ലല്ലോ, ഫാമിലി മെമ്പറെ പോലെ ഇത്രയും അവന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ സത്യമായിട്ടും ഫാമിലി മെമ്പർ ആണോ എന്ന് ചോദിക്കുമ്പോ, അയ്യോ അങ്ങനെയൊന്നല്ല, പിന്നെ അവര് പറയുന്നതെല്ലാം സത്യമായിരിക്കും, നിങ്ങൾ അത് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് തള്ളി മറിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ലേറ്റ് നൈറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുന്നതും, ഇത്ര നേരമായിട്ടും നീ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ എന്ന് ഹീറോ ചോദിക്കും. ഒരു മാനേജറുടെ വർക്ക് സൺസെറ്റോട് കൂടി കഴിയുന്നതല്ല, എല്ലാം ഞാൻ തന്നെ ചെയ്ത് തീർക്കണം എന്ന് പറയുമ്പോ, ശരി ശരി, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു അവൻ ചോദിക്കും. ഇവളും കുറച്ചുകൂടി പതറാതെ വളരെ നന്നായിട്ട് പോയി എന്ന് പറഞ്ഞതും ഇത് കേട്ട് ഇവന് കുറച്ച് ടെൻഷൻ ആകുന്നുണ്ട്. അപ്പോ ഞാൻ മാത്രമാണല്ലേ ഇവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് അവനും, ഞാൻ പുതിയ മാനേജറുടെ കൂടെ വളരെ ജോളിയായിരുന്നു, അവര് നിന്നേക്കാളും നല്ല മാനേജറാണ് അറിയാമോ, അവരുടെ കൂടെ നിന്നാൽ അവരെന്തായാലും എന്നെ ഫേമസ് ആക്കി മാറ്റുമെന്ന് വരെ പറഞ്ഞതും ഇവൾ ഒരു റിയാക്ഷനും ഇല്ലാതെ, ഓ അങ്ങനെയാണോ, വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് കുറെ ഫയലുമായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടതും, ഓ ഇതെല്ലാം എന്റെ ആണോ എന്ന് ചോദിക്കുമ്പോ, ഇല്ലില്ല, ആക്ട്രസിനെ പറ്റി എനിക്ക് നിറയെ പഠിക്കാനുണ്ട്, അതിനുവേണ്ടി കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞിട്ട് അവന്റെ മുമ്പിൽ ഇരുന്ന് അതിരുന്ന് പഠിക്കാനായിട്ട് തുടങ്ങുവാണ്. ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പറഞ്ഞിട്ട് അവനും ചെറുതായിട്ട് പിണങ്ങുന്നൊക്കെയുണ്ട്. ഇപ്പോ നെക്സ്റ്റ് ഡേ ഷൂട്ടിങ്ങും ആരംഭിച്ചു. ഇത്തവണ അവളെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആ ആക്ട്രസും ശ്രദ്ധിക്കുന്നുണ്ട്, അവൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. ഇപ്പോഴാണ് നീ ഒരു മാനേജറെ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്, ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ മതി എന്ന് പറയുമ്പോ, ഇല്ല മാഡം, അതുകൊണ്ടല്ല, ഇത്ര നാള് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തോണ്ടായിരുന്നല്ലോ ഇരുന്നേ. അപ്പോ പെട്ടെന്ന് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോ എനിക്ക് വളരെ സ്ട്രഗിൾ ആയിട്ട് തോന്നി എന്ന് പറയും. ഇങ്ങനെ അവര് രണ്ടുപേരും ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഒരു മെസ്സേജ് കണ്ടതും അവൾ ആകെ അപ്സെറ്റ് ആയി ഫേസ് റിയാക്ഷൻ ഒക്കെ മാറി വരുന്നുണ്ട്. ഹീറോയിനും ഇത് കണ്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞ് എത്തി നോക്കിയതും അതില് ഈ ആക്ട്രസിനെ പറ്റി എല്ലാവരും മോശമായിട്ടുള്ള കമന്റുകളൊക്കെ എഴുതി പിടിപ്പിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതാണ് എന്റെ മറുവശം. ചില സമയത്ത് ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് കരുതും, ചില സമയത്ത് വളരെ ഡിപ്രഷനിലേക്കൊക്കെ പോകാറുണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ ഇതിനെക്കുറിച്ചും അധികം ഒന്ന് ആലോചിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുവാണ് നമ്മുടെ ഹീറോയിൻ. ഞാൻ ആ മോർണിംഗ് ഡ്രാമ ചെയ്തതില് എന്റെ പേഴ്സണൽ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയിപ്പോയി. ഞാൻ ലവ് ചെയ്യുന്ന പേഴ്സണെ പോലും എനിക്ക് ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്റെ അച്ഛനും എനിക്കെതിരായിട്ടാണ് നിന്നിരുന്നത്. അവരാദ്യമായിട്ട് കണ്ട ഡ്രാമ ഞാൻ ചെയ്ത ഡ്രാമയായിരുന്നു.
എന്നാലും ഞാൻ എന്റെ ബെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവള് പറയുവാണ്. സോ ഇതിലേ മനസ്സിലാകുന്നുണ്ട് ഇതേപോലുള്ള കമന്റുകളും റൂമേഴ്സ് ഒക്കെ അവളെ എത്രയോ ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ഇപ്പോ നെക്സ്റ്റ് എല്ലാം കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് വരുമ്പോ മേലെ നിന്ന് പുതിയ മാനേജർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവളെ അവിടെ കണ്ടതും നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ഇവളാണെങ്കിൽ ആകെ പതറി നിൽക്കുവാണ്. ഇവനോട് എങ്ങനെ സത്യം പറയാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഒരു ഫയല് ഷിരോയ്ക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. ഓ അങ്ങനെയാണോ, എന്നാ ഷിരോയ്ക്ക് കൊടുക്കാനുള്ള ഫയൽ എനിക്ക് തന്നേക്ക്, ഞാൻ അവന് കൊടുത്തോളാം എന്ന് പറയുമ്പോ ഇല്ലില്ല ഞാൻ തന്നെ അവന് നേരിട്ട് കൊടുക്കണമെന്ന് അവള് പറയും. അയ്യോ അവനിപ്പോ ഉറങ്ങിക്കാണുമല്ലോ, ശരി നിങ്ങൾ ഇതിപ്പോ പിന്നെ കൊടുത്താൽ മതി, എന്നാ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഷിരോന്റെ കൂടെയാണ് താമസിക്കുന്ന വിഷയം ഇവൻ അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഓക്കെ പറഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നുണ്ട്. നോക്കിയാൽ ഒരു വലിയ റെസ്റ്റോറന്റിലാണ് ഡിന്നറിന് വേണ്ടി അവർ വന്നിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ജോളിയായിട്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവള് വീട്ടിലേക്ക് വരുമ്പോ ഇന്നും നീ ലേറ്റ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നതെന്ന് ഹീറോ ചോദിക്കും. പുതിയ മാനേജർ പറഞ്ഞു നീ ഉറങ്ങിയെന്ന്. ഓ അവരെ നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോ ആ ഞാൻ വരുന്ന വഴി അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ, അവർക്ക് ഞാൻ ഇവിടെ താമസിക്കുന്ന കാര്യം അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഡിന്നറിന് വിളിച്ചതും ഞാൻ ഓക്കെ പറഞ്ഞു കൂടെ പോയെന്ന് പറയും. ഇത് കേട്ടതും പെട്ടെന്ന് അവന്റെ എക്സ്പ്രഷൻ ഒക്കെ മാറുന്നുണ്ട്. ഓ അപ്പോ ഹാൻസമായ മാനേജറിന്റെ കൂടെ ഡിന്നറൊക്കെ കഴിച്ചിട്ടാ വന്നിരിക്കുന്നല്ലേ, ഇത് ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല സീജാൻ എന്ന് പറഞ്ഞ് അവൻ സാഡ് ആയിട്ട് പറയുവാണ്. അയ്യോ അത് അങ്ങനെയല്ല, ഞാൻ ഇവിടെ തങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയം അവർക്ക് അറിയാൻ പാടില്ലല്ലോ, അതറിഞ്ഞാൽ കൂടുതൽ പ്രശ്നമല്ലേ ആവൂ, അതുകൊണ്ടാ ഞാൻ വിളിച്ചതും കൂടെ പോയതെന്ന് പറയുമ്പോ എന്തോ അറിയില്ല, എന്നാലും നീ എൻജോയ് ചെയ്തില്ലേ, ഇനി ഒരിക്കൽ കൂടി വിളിച്ചാൽ പോയേക്കെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. ഇവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഷിരോയുടെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നതേ ഇല്ല. അതുകൊണ്ട് അവൻ നേരെ ബെഡിലേക്ക് വന്ന് കിടന്നിട്ട് അതൊക്കെയോ ആലോചിച്ച് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അടുത്ത നാള് അവൻ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല, സ്ക്രിപ്റ്റ് പോലും പറയാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് തെറ്റിച്ച് പറഞ്ഞ് നിറയെ ടേക്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ അവർ ഓഫീസിലേക്ക് വന്നതും മാനേജർ എന്താ പറയുന്നതെന്ന് നോക്കിയാല് അവർക്ക് ഈയിടെയായിട്ട് ആക്ടിങ്ങിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്. നിറയെ ടേക്സ് ഒക്കെ അവരെടുത്തു. ഇത് കേട്ട് ഹെറ ആന്റിയും എന്ത് ഷിരു അധികം ടേക്സ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ, ഇനി നമ്മളധികം വർക്ക് പ്രഷർ അവന് കൊടുക്കുന്നോണ്ടായിരിക്കോ, എന്ന് നമുക്ക് അവനെ TV ഷോയിലേക്ക് അയക്കാം, അപ്പോ അവനും റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പോ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിനും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കും. മാനേജറും പറഞ്ഞോ എന്ന് പറയുമ്പോ ഞാനങ്ങനെ പ്രൊഫഷണൽ ഒന്നും അല്ല, പക്ഷെ അവരുടെ മാനേജർ ആയിരുന്നത് കൊണ്ട് ഒരു കാര്യം എനിക്ക് നല്ല പോലെ മനസ്സിലാക്കാൻ പറ്റി, അവരെ കൊണ്ട് വളരെ നന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ആ കഴിവ് അവർക്കുണ്ട്. പറഞ്ഞു വന്നാൽ അവർ എപ്പോഴെല്ലാം ആക്ട് ചെയ്യുമ്പോൾ അപ്പോഴെല്ലാം എന്റെ ഹാർട്ട് ബീറ്റ് വേഗത്തിൽ ഇടിക്കാനായിട്ട് തുടങ്ങും. അവർ അഭിനയിക്കുന്നത് ഇനിയും ഇനിയും കാണണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവരേത് റോൾ അഭിനയിച്ചാലും വളരെ ആഴത്തിലേക്ക് ഇറങ്ങി പോകാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് ശരിയായ ടാലന്റ് ഉണ്ട് എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ വലിയ മാനേജർ എഴുന്നേറ്റ് നിന്ന് നീ നന്നായി സംസാരിച്ചു സാജിമ, നീ പറയുന്നതെല്ലാം ശരിയാണ്, അവൻ നല്ല ടാലന്റ് ഉള്ള പയ്യനാണ്, നീ അവനെ നല്ല പോലെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇപ്പോ പുതിയ മാനേജറും ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ, ഇപ്പൊ എനിക്ക് മനസ്സിലായി എത്ര നന്നായിട്ടാ നിങ്ങൾ അവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന്, ഇതേപോലെ ഞാനും മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അവളെ അപ്രീഷിയേറ്റും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവള് നൈറ്റ് വീട്ടിലേക്ക് വരുന്നതും വീടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്, സാധനങ്ങളൊക്കെ ചിതറി കിടക്കുവാണ്. നോക്കിയാൽ ഹീറോ പാതി മയക്കത്തില് ഓരോരത്തായിട്ട് അങ്ങനെ കിടക്കുവാണ്. ഓടി വന്ന് തൊട്ട് നോക്കിയാൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ഹൈലി ഫീവർ ഉണ്ട്. ഇത് കണ്ട് പേടിച്ച് ഞാൻ ഇപ്പോ തന്നെ ആംബുലൻസിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതും വേണ്ട നീ കോള് ചെയ്താൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ളത് എല്ലാവരും മനസ്സിലാക്കും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് സീച്ചാൻ ദയവ് ചെയ്ത് നീ എന്റെ കൂടെ തന്നെ ഇരിക്കേ, കാരണം സെറ്റില് നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോഴെങ്കിലും എന്റെ കൂടെ ഇരിക്കെന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ശരി ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നൈറ്റ് മുഴുവനും ഉണർന്നിരുന്ന് അവനെ നോക്കാനായിട്ട് തുടങ്ങുവാണ്. സീച്ചാൻ നീ എന്റെ കൂടെ ഇല്ലാത്തപ്പോഴാണ് നിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഒരുപാട് കഷ്ടത്തിലാണ്, ഇന്നൊരു ആക്ടറായിട്ട് ഞാൻ തോറ്റുപോയി, നിന്നെ അവര് റീപ്ലേസ് ചെയ്യുന്നവരെ എനിക്കത് മനസ്സിലായേയില്ല, എന്റെ അഭിനയം കൊണ്ട് നിന്നെ ചിരിപ്പിക്കണമെന്നാ ഞാൻ കരുതിയത്, നിനക്കും അത് വളരെ സന്തോഷമാകുമെന്നാ ഞാൻ കരുതിയത്, സീച്ചാൻ ഐ ലവ് യു എന്ന് അവൻ പറയും. ഇവളും ഇത് കേട്ട് ഷോക്കായിട്ട് നിങ്ങള് കള്ളം പറയുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുവാണ്. ഇവൻ പെട്ടെന്ന് പിന്നെയും സീച്ചാൻ എനിക്ക് വേണ്ടി നീ ഒന്ന് ചിരിക്കാമോ എന്ന് ചോദിക്കും. ഇത് കേട്ട് ഹീറോയിനും ശരി ഞാൻ ചിരിക്കണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഗുണമായിട്ട് വരണം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനോട് ഉറങ്ങാനായിട്ട് പറയാണ്. സോ അങ്ങനെ നൈറ്റ് ഫുള്ളും അങ്ങനെ പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ കാലത്തെ നോക്കിയാൽ അവന്റെ ഫീവർ എല്ലാം നല്ല പോലെ മാറി അവൻ ഉഷാറായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഫോൺ എടുത്ത് നോക്കുന്നത്. നോക്കിയാൽ ആക്ട്രസ് പെണ്ണിന്റെ ഷെഡ്യൂൾ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്.
വിട്ടിട്ടുണ്ട്. ഇത് കണ്ട് ഷോക്കായി അയ്യോ ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അലറി അടിച്ച് അവർക്ക് കോള് ചെയ്തിട്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുകയാണ്, പെട്ടെന്ന് റെഡിയാവ്, ഞാൻ നിങ്ങളെ വന്ന് പിക്കപ്പ് ചെയ്യാമെന്ന് പറയും. ആക്ട്രസും സിറ്റുവേഷൻ മനസ്സിലാക്കി വേണ്ട വേണ്ട നീ വരാൻ നിന്നതിനാ കൂടുതൽ ലേറ്റ് ആവും, അതുകൊണ്ട് ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആക്ട്രസ് പെണ്ണ് തനിയെ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് വരും. പക്ഷെ അവിടെയുള്ളവര് ഇവളെ കണ്ടിട്ട് ചുറ്റി വളയാനായിട്ട് തുടങ്ങുവാണ്. ഇവള് ഒരു വലിയ ആക്ട്രസ് ആണല്ലോ, അതുകൊണ്ട് അവളെ ചുറ്റി നിന്ന് നിറയെ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങുവാണ്. ഇവൾക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഒരുമാതിരി ആകുന്നുണ്ട്. പെട്ടെന്ന് പാനിക് അറ്റാക്ക് ഒക്കെ വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇവിടെ എങ്ങാനും വീണാൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ഒരു വഴി അവള് തിരിച്ച് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിന് നേരെ ലൊക്കേഷനിലേക്ക് വരുമ്പോ ഹെറാൻഡി അവളെവിടെ എന്ന് തിരക്കുവാണ്. അപ്പോ ഹീറോയിനും എനിക്ക് മുമ്പേ അവരിവിടേക്ക് വന്നതാണല്ലോ എന്ന് പറയുമ്പോ ഹെറാൻഡി ഇത് കേട്ട് ടെൻഷൻ ആവാനായിട്ട് തുടങ്ങുവാണ്. നീ എന്ത് കാര്യമാ ചെയ്തു വെച്ചിരിക്കുന്നേ, സമയമില്ല, അവളെ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് പറയും. ഇപ്പോഴാണ് കാണിക്കുന്നത് ആക്ട്രസ് പെണ്ണ് അവളുടെ വീട്ടില് ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുവാണ്. നമ്മുടെ ഹീറോയിനും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ തരിച്ചു നിൽക്കുന്നുണ്ട്. അതോടെ ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വേഗം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.